അങ്ങനെ അർബാബ് അറിയാതെ അന്ന് അർബാബിന്റെ ലംബോർഗിനിയും കൊണ്ട് ഞാനും സിദ്ധു ഒന്നും പറയാ. സിദ്ധുവിനെ അറിയാം, നമ്മുടെ രീതികളെ പറ്റിയൊക്കെ സിദ്ധുവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ കൂടെ നിന്നോളൂ. അർബാബിന് കൊറേ വണ്ടി ഉണ്ടല്ലേ. എന്റെ ചോദ്യത്തിന്റെ ടോണ് സുഖല്ലല്ലോ. അയ്യോ, ഞാൻ തള്ളുകന്നല്ലെങ്കിൽ പറയുന്നത്. നീ വന്ന് നോക്ക, അവിടെ ഇവിടെ ഇറങ്ങിയിട്ടില്ല പല വണ്ടികളും കേട്ടോ. ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ ഇറങ്ങിയില്ല. അതാ ഞാനും സിദ്ധുവിനെ അവിടെ ഓടിച്ച് ജീവിച്ചടിച്ചു പൊളിക്കുന്നത്. എന്തൊരു ജീവിതല്ലേ അവിടെ. വോയിസ് കുറച്ച് കൂടിപ്പോയി, സോറി. പറഞ്ഞോ എന്താ വന്ന് ഇത്രയും വേഗത്തിൽ വരാൻ കാരണം? ഇത്ര വേഗത്തിൽ എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ വേഗത്തിൽ വന്നല്ലോ. ഇക്കതേപോലെ ഇപ്പൊ വേഗത്തിൽ പോണേ ഇടയ്ക്ക് ഗൾഫിലോട്ടെ. എന്തിനീ കിടക്കല്ലേ ലീവ്? പിന്നെ കുറച്ച് പൈസ ഉണ്ട് കയ്യില്, തീരുമ്പോ അവിടെ പോയിട്ട് വേണം. ഇക്ക അതല്ല, ഇക്ക ഗൾഫിൽ പോണ്ടേ? എന്റെ അളിയനെ ഞാൻ കണ്ടിട്ടേ കൊറേ നാളായേ. മാത്രമല്ല പറ്റി അളിയന്റെ വൈഫിനെ, അതായത് എന്റെ ചേച്ചിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അളിയൻ. 2 കാര്യങ്ങളാണല്ലേ അളിയൻ അറിയേണ്ടത്. ഒന്നാമത്തത്, ഞാനെപ്പം പോകും, ഞാൻ പോയിട്ട് വേണം നിന്റെ അളിയൻ ഇങ്ങോട്ട് വരാൻ, അല്ലേ? അതല്ലേ കാര്യം? ചെറുതായിട്ട്. രണ്ടാമത്തത്, നിന്റെ പെങ്ങൾക്ക് എന്തുകൊണ്ട് ദുബായി പോകാൻ പറ്റിയില്ല, അല്ലേ? ഇങ്ങോട്ട് വാ, ഒരു സ്വകാര്യം പറയാൻ. അളിയൻ സിദ്ധുവിന്റെ അളിയനായതുകൊണ്ടും എനിക്കും അളിയനെ പോലെ ആയതുകൊണ്ടും അളിയനോട് മാത്രം ഞാൻ സ്വകാര്യം പറയാം. അളിയൻ പറ, അണ്ണൻ പറ. അളിയന് ഈ സ്വകാര്യം വേറെ ആരോടും പോയി പറയാം, ഉറപ്പല്ലേ? ഞാൻ അങ്ങനൊക്കെ പറയോ? നമ്മൾ ഇക്ക പറയണ കാര്യം അറിയാ. നമ്മുടെ അർബാബില്ലേ, ശരിക്കും ഗൾഫിലേക്ക് ഭാര്യനെ കൊണ്ടുപോകാൻ അവസരം കൊടുത്തത് ആർക്കാന്നറിയോ? അത് സിദ്ധുവിനായിരുന്നു. സിദ്ധുവിനായിരുന്നു ശരിക്കും. ഞാൻ ഒരുപാട് കൈയും കാലും പിടിച്ച് അർബാബിനോട് ചോദിച്ചത് എന്റെ ബീവിനെ കൊണ്ടുവരട്ടെ എന്ന്. അർബാബ് സമ്മതിച്ചില്ലാന്ന്. അവസാനം അവിടെ ഗൾഫിൽ പോയതായി. എടാ, അതെന്താന്നറിയോ? സായറി അത് കേട്ടിട്ട് അവള് പറഞ്ഞു അവള് പോയി ട്രെയിനിൽ തല വെക്കുന്നു. ഞാൻ വേറെ എന്ത് ചെയ്യും? ഞാൻ പോയി സിദ്ധുവിന്റെ കൈയും കാലും പിടിച്ചിട്ട് ആ ചാൻസ് എനിക്ക് വാങ്ങി. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇക്കെന്റെ അളിയനെ തേച്ചെന്നാ? എടാ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നിന്റെ അളിയനെ സ്നേഹമുള്ളവനാ, അതുകൊണ്ട് അവന്റെ ചാൻസ് അവൻ എനിക്ക് തന്നത് കേട്ടോ. സ്നേഹമുള്ളവനാ അവൻ. എന്തായാലും നടന്ന് പെരുന്നാൾ കഴിയുമ്പോഴേക്കങ്ങ് പോവല്ലേ? നീ മെല്ലെ പറ, സായറി കേട്ടാ നിനക്ക് അറിയില്ല, ആകെ പ്രശ്നാവും. അവിടെ കിടന്ന് കരയുന്നു. അത് ഞങ്ങളെ സംസാരിക്കുന്നതിന്റെ ഇടയില് ഞങ്ങള് പറഞ്ഞു പെരുന്നാള് കഴിയുമ്പോ ഇക്ക തിരിച്ച് ദുബൈക്ക് പോകുന്നു, എന്നിട്ട് സിദ്ധു ഇങ്ങോട്ട് വരുന്നു. അതിന് പെരുന്നാൾ കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഗൾഫിൽ പോകുന്നു നിങ്ങളോട് ആര് പറഞ്ഞു? ഇക്ക സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞില്ലേ പെരുന്നാൾ കഴിയുമ്പോ ഇക്ക തിരിച്ചു പോകുന്നു? അതും അവ വിളിച്ചു പറഞ്ഞ. സിദ്ധു എന്റെ ചങ്കല്ലേ, ഞാൻ അവരോട് സ്വകാര്യം പറഞ്ഞതാണ്. അപ്പൊ ഇറ്റെന്റെ ബീവി വേറെ, ചങ്ക് വേറെ. ഞാൻ ഇനി എവിടെ പോവും? ഞാനാണെങ്കിൽ അവളോട് പോകുന്ന കാര്യം പറഞ്ഞിട്ടുമില്ല. അവളോട് എല്ലാ കാര്യവും ഞാൻ പറയുന്നതാ, ഇതും പറയാൻ വിചാരിച്ചതാ, മെല്ലെ സമയം എടുത്ത് പറയാന്ന് വിചാരിച്ച്. അതിന്റെ ഇടയ്ക്കാണ് നിങ്ങൾ പോയിട്ട് അത് പറഞ്ഞത്. ഞങ്ങള് മനഃപൂർവ്വം പറഞ്ഞല്ലോ, അറിയാതെ വായിന്ന് വീണതാ. എന്താ സ്ഥിതി? വലിയ കരച്ചിലാണോ ചെറിയ കരച്ചിലാണോ? എന്നുവെച്ചാ അതായത് പൊട്ടി കരയുന്നുണ്ടോ അതോ മെല്ലെ വിതുമ്പി കരയുന്നുണ്ടോ എന്ന്? അപ്പൊ അത് നിങ്ങൾക്കുള്ളതല്ല, എനിക്കുള്ളതാ. ഇന്ന് വീട്ടിൽ പോയ എന്റെ പണി തീരും. അങ്ങനെ പറഞ്ഞു. എടാ, വിതുമ്പി കരഞ്ഞ അവള് വീട്ടിൽ പോയ എന്നെ കൊല്ലും. ഞാനിനി എങ്ങോട്ട് പോകും? അങ്ങനെയാണെങ്കിൽ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെല്ലുക, ദുബായിക്ക് പോകും. എടാ, എന്റെ പാസ്പോർട്ടും വിസയൊക്കെ വീട്ടിലിരിക്കുക. ഞങ്ങൾ എടുത്തോണ്ട് വരാം. ഇതെന്താണ് KSRTC ബസ്സോ? പെട്ടെന്ന് കയറിച്ചല്ലേ? ഇക്കൊന്ന് പോയി സമാധാനിപ്പിക്കുക. സമാധാനിപ്പിക്കാനോ? ഞാനില്ല. ചെല്ലിക്ക, അത് തന്നെ ഒന്ന് ചെല്ല്. എല്ലാം കൂടി അവസാനം എന്റെ തലയ്ക്ക് വന്നില്ലേ. വെച്ചു, ഞാനൊരു സത്യം പറഞ്ഞ അടുക്കിനോട് വിഷമം തോന്നരുത്. എന്താ? ശരിക്കും ഗൾഫിലേക്ക് ഭാര്യയെ കൊണ്ടുപോകാനുള്ള അനുമതി അർബാബ് കൊടുത്ത സിദ്ധുവിനായിരുന്നു. അത് പിന്നെ സായറി അവിടെ കിടന്ന് കയറ് പൊട്ടിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ ഞാൻ സിദ്ധുവിന്റെ കൈയും കാലും പിടിച്ച്. അത് ശരി, അപ്പൊ ഞാൻ പോവേണ്ട സ്ഥാനത്താണല്ലേ ഷെയറിനെയും കൊണ്ട് പോയത്. സിദ്ധുവിന്റെ നല്ല മനസ്സല്ലേ? ശരിയാ, നല്ല മനസ്സ് കുറച്ച് കൂടുതലാ. പാവാ. അതെ, പാവാ. ഞാനൊന്ന് പോയി സമാധാനിപ്പിച്ചിട്ട് വരാം. ഓ ശരി.
സൈറത്തെ ട്രെയിനിന് തലവെക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ആ പാവത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നേ. എടാ അത് വെറുതെ ഉടായിപ്പ് പറഞ്ഞതാണ്, അത് ചെയ്യത്തൊന്നുമില്ല. ആ ഞങ്ങളത് പറഞ്ഞ് ആര്? സൈറത്ത. ശ്ശേ. എടാ ഞാനും സിദ്ധുവിനെ വിളിച്ചു പറയട്ടെ, എന്നെ ദുബൈക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ട്രെയിന് തല വെക്കൂന്ന്. ആ ട്രെയിൻ തലയിൽ കൂടെ കേറി ഇറങ്ങി പോകത്തേ ഉള്ളൂ. ഇത് പൊട്ട ജന്മാണവന്റെ.